നടി ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ പ്രതി മാർട്ടിനെതിരെ കേസെടുത്ത് പോലീസ്. പേര് വെളിപ്പെടുത്തുന്നതും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ മാർട്ടിൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, മാർട്ടിൻ നൽകിയ പരാതി നമ്മൾ കണ്ടതാണ്, ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് അതിജീവിതയ്ക്കെതിരെയാണ് കൃത്യമായി അയാൾ ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല, ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കോടതി വെറുതെ വിട്ട കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കുടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു കെട്ടിച്ചമച്ചൊരു കേസാണ് എന്ന തരത്തിൽ പോലുമായിരുന്നു ആ വീഡിയോയിൽ മാർട്ടിൻ പറയുന്നത്. ഇപ്പോഴിതാ ആ വീഡിയോക്കെതിരെ അതിജീവിത തന്നെ രംഗത്ത് വന്ന സാഹചര്യമാണുള്ളത്. അതിൽ തന്റെ അതിജീവിതയുടെ പേരടക്കം പരാമർശിക്കുന്നുണ്ട്. ഇത് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യമാണ് പരാതിയിൽ പറയുന്നത്? ഒപ്പം ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഭവ്യ, കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിന് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. ആ സമയത്താണ് മുഖ്യമന്ത്രിയോട് അതിജീവിത ഇത്തരത്തിൽ മാർട്ടിൻ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിനെതിരെ നടപടി വേണമെന്ന് തന്നെയായിരുന്നു നടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതിൽ പ്രധാനമായും ഈ മാർട്ടിൻ പ്രചരിപ്പിച്ചിരുന്ന വീഡിയോ, അതിൽ അതിജീവിതയുടെ പേര് വ്യക്തമായി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ മാർട്ടിൻ വീഡിയോ ചെയ്തിട്ടുള്ള. മാർട്ടിൻ കേസിലെ പ്രതിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരു പ്രതി കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ മാർട്ടിൻ കാണിക്കേണ്ടുന്ന, അതായത് ഈ ഒരു സാഹചര്യത്തിൽ മാർട്ടിൻ കാണിക്കേണ്ടുന്ന സംയമനം കാണിച്ചില്ല എന്നൊരു വിമർശനവുമുണ്ട്. മാത്രമല്ല ഈ ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊന്നുമായിരുന്ന സംഭവം മുഴുവൻ, അതായത് ഈ സംഭവം മുഴുവൻ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം മുഴുവൻ ഈ പറയുന്നത് പോലെ നടിയുടെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൊട്ടേഷനും നടി ഓപ്പറേറ്റ് ചെയ്തതുമാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് മാർട്ടിൻ ആ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. നേരത്തെയും ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലും മാർട്ടിൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതായത് മഞ്ജു വാര്യരുടെയും അതുപോലെ ശ്രീകുമാർ മേനോന്റെയും നടൻ ലാലിന്റെയും ഈ അതിജീവിതയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം, ദിലീപിനെതിരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയത്. അത് തന്നെയാണ് മാർട്ടിൻ ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ അതിജീവിതയുടെ പേരെടുത്തു പറഞ്ഞിട്ട് തന്നെയാണ് അതിജീവിതയും പൾസസുനിയും ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. ആ വീഡിയോയ്ക്കെതിരെയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിജീവിതയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകുന്നതിനൊപ്പം പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പറഞ്ഞത്. അതേ തുടർന്നാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൃശൂർ സിറ്റി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട മാർട്ടിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കേസിൽ മാത്രമല്ല എല്ലാ കേസുകളിലും അതിജീവിതയുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു മര്യാദയാണ്. അത് പാലിച്ചിട്ടില്ല. അത് അതിജീവിതയുടെ പേര് ആരൊക്കെ പരാമർശിക്കുന്നു അവരൊക്കെ ചെയ്യുന്നത് ഒഫൻസ്, പണിഷബിൾ ഒഫൻസ് തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അത് ഈ സ്ലിപ്പ് ഓഫ് ദി ടങ് പോലെ അല്ല. ഈ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ ഈ നടിയുടെ പേര് ആവർത്തിച്ച് മാർട്ടിൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ, അതായത് ഈ നടിയെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു വീഡിയോ ആണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നോട്ടെ എന്ന് തന്നെ നടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് PR വർക്കുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ പണം വാങ്ങിയതാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി അത് തന്നെയാണ്. പണം വാങ്ങിയവരൊക്കെ അതൊക്കെ ചെയ്തു കൊള്ളട്ടെ, അതൊക്കെ തുടരട്ടെ എന്ന് തന്നെയാണ് നടി പറഞ്ഞത്. പക്ഷെ നടിയുടെ പേരെടുത്ത് പരാമർശിച്ചിട്ട് ഇത്തരത്തിലൊരു വീഡിയോ, അത് അപകീർത്തികരവുമാണ്, പണിഷബിൾ ഒഫൻസുമാണ് അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് അതിജീവിത എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ഈ കാര്യം നടി മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ ഡിസ്കസ് ചെയ്തതെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തിരുന്നത്. തൃശൂർ സിറ്റി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ അടിയന്തരമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മാർട്ടിൻ എന്നുള്ള ഈ പ്രതിക്കെതിരെ മാത്രമേ കേസ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോയുടെ താഴെ അതിജീവിതയ്ക്കെതിരെ വലിയ മോശം തരത്തിലുള്ള കമന്റുകൾ അടക്കം വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോശം കമന്റ് ഇട്ട ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്?
ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ജഡ്ജ് ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോടതി വിധിക്കെതിരെ പരാമർശങ്ങളുണ്ട്. ഇത്തരത്തിൽ ശരിക്കും ചെയ്യുന്നത് കോടതിയെ ലക്ഷ്യമാണ്. അതല്ലെങ്കിൽ അതിജീവിതയ്ക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങൾ, അതിജീവിതയ്ക്കെതിരെ ഉണ്ടാകുന്ന പരാമർശങ്ങളല്ല, ശരിക്കും അതിജീവിതയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, അതിനെതിരെ പണിഷബിൾ ഒഫൻസ് എടുക്കാനുള്ള നിയമമുണ്ട്. സൈബർ ക്രൈമിൽ അത്തരം നിയമമുണ്ട്. അത് മാത്രമല്ല, അത് ഈ പറഞ്ഞതുപോലെ അതൊരു മിനിമം മര്യാദയാണ്. ഏത് കേസിലായാലും അതിജീവിതയെ മാനിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത മാനിക്കുക. അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളിലൊക്കെ ഇത്തരം സ്വകാര്യത മാനിക്കപ്പെടേണ്ടെന്ന് നിയമപരമായിട്ടുള്ള നിർദ്ദേശവുമുണ്ട്. അത് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ മാർട്ടിനെതിരെ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അങ്ങേറ്റം നിരീക്ഷണത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിജീവിതയ്ക്കെതിരെയും അതുപോലെ നടൻ ദിലീപിനെതിരെയും വലിയ രണ്ട് തട്ടുകളിലായി മാറിക്കൊണ്ട് ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ജഡ്ജിനെതിരെയും ജഡ്ജിനെ അനുകൂലിച്ചും പോസ്റ്റുകൾ നിരന്തരം വന്നിട്ടുണ്ട്. ഒരു കോടതി വിധിക്ക് മുൻപ് കാണാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ആളുകളുടെ മുന്നിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് 8 വർഷവും വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു വിധി വരാത്തത് നിരാശരായിട്ടുള്ള പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമുണ്ട്. ഇങ്ങനെ അതായത് അതിജീവിതയെ എതിർത്തും ദിലീപിനെ അനുകൂലിച്ചുമുള്ള പോസ്റ്റുകളുണ്ട്. അതേസമയം 6 പേരെ കുറ്റക്കാരായി ശിക്ഷിച്ചു, അവരാണ് കുറ്റക്കാർ, അത് ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യം, അത് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുന്ന തരത്തിലുമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും നിരവധി വിമർശനങ്ങളാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ഉൾപ്പെടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ജഡ്ജിനെ ഉൾപ്പെടെ മുൾമുനയിൽ വിമർശനത്തിന് നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മുൻപെങ്ങും നമ്മൾ സമാനമായ ഒരു കേസ് പോലും ഇങ്ങനെ നമുക്ക് എടുത്തു പറയാനുണ്ടാവില്ല ഒരു പക്ഷേ എന്ന് വേണം. കാരണം കോടതി അലക്ഷ്യമാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ പോകുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന സാഹചര്യം കൂടിയുണ്ട്. പരസ്യമായി ആളുകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടി. പക്ഷേ ഇത് മാർട്ടിൻ കേസിലെ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ്, 5 വർഷത്തോളം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ ആളാണ്. ആ ഒരു സാഹചര്യത്തിൽ മാർട്ടിൻ ഇത്തരം വെളിപ്പെടുത്തലുമായി വന്നത് ഇത് മാർട്ടിൻ കോടതിക്ക് മുൻപാകെ പറയാമായിരുന്നു, അത് ചെയ്തില്ല. അതല്ലെങ്കിൽ മുൻപും മാർട്ടിൻ അറസ്റ്റിലാവുന്നതിന് മുൻപും ഈ തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതും അങ്ങോട്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിജീവിതയ്ക്കെതിരെ അല്ല ഇപ്പോഴും കോടതി വിധി വന്നിട്ടുള്ളത്. പക്ഷേ പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്നാണ് അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ് മാർട്ടിനെതിരെയുള്ള ഒഫൻസ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ സ്വകാര്യത മാനിക്കുക എന്നുള്ള കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അത് പാലിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ഭവ്യ, ആജ്ഞ രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.